ഗണിത ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 12th ഒരു ചാപ്റ്റർ നോക്കാം. 12th കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അതിലെ കണ്ടിന്യൂറ്റി എന്ന സെക്ഷൻ നോക്കാം. നിങ്ങൾ ലാസ്റ്റ് ഇയർ 11th ലിമിറ്റ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, ദെൻ വാട്ട് ഡിഫറൻസിയേഷൻ എന്താണ്, then polynomial functions എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ചാപ്റ്ററിൽ ദിസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന 12th ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ when we say that a function is continuous, then what is the relation between continuity and differentiability, then ഡിഫറൻസിയേഷൻ തന്നെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോളിനോമിയൽ ഫങ്ഷൻസും കൂടാതെ ഇനി ദിസ് ഇയർ യു വിൽ ലേൺ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ദെൻ ലോഗരിതമിക് ഫങ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നമുക്ക് എന്താണ് ലിമിറ്റ്, നിങ്ങൾ ഓൾറെഡി 11th പഠിച്ചതാണ്. ജസ്റ്റ് ആ ഡെഫിനിഷൻ എന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. So, if x approaches a, that is, engane denoting x tends to a, x approaches to a, then f of x approaches to L, that is f of x tends to L, then L is called the limit. അത് നമ്മൾ എങ്ങനെ symbolically limit x tends to a, f of x is equal to L. Then ഈ ലിമിറ്റ് എൽ ടി എന്നും എൽ ഐ എമ്മും യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇനി നമ്മൾ എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക? വെൻ limit exists, if right hand limit and left hand limit are equal, then we say that the limit exists. Right hand limit and left hand limit in values അത് ഈക്വൽ ആണെങ്കിൽ we say that ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ 11th പഠിച്ച കാര്യങ്ങളാണ്. അന്ന് ജസ്റ്റ് ആ ലിമിറ്റിന്റെ ഡെഫിനിഷനും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് ജസ്റ്റ് ആ ഡെഫിനിഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്നും ഉള്ള കാര്യം. ഇനി ദിസ് ഇയർ വാട്ട് വി വാണ്ട് ഇസ് കണ്ടിന്യൂറ്റി. എന്താണ് കണ്ടിന്യൂറ്റി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റ് ഒരു ഗ്രാഫിലൂടെ എങ്ങനെയാണെന്ന് പറയാൻ നോക്കാം. അതിന് ജസ്റ്റ് കൺസിഡർ 2 ഫങ്ഷൻസ്. ഫസ്റ്റ് ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഓഫ് എക്സിന്റെ വില എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 1 2 if x greater than 0. അതിൻ്റെ ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫ് റിയൽ പ്ലെയിനിൽ ഇസ് ഡിഫൈൻഡ് ഫോർ എവറി പോയിന്റ് ഓൺ ദി റിയൽ പ്ലെയിൻ, എവറി പോയിന്റ് ഓഫ് ദി റിയൽ പ്ലെയിൻ. സോ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സ് ലെസ് ദാൻ 0, 0-നേക്കാളും കുറവായിട്ടുള്ള വാല്യൂസ്, ദാറ്റ് ഈസ് 4 നെഗറ്റീവ് 2 നെഗറ്റീവ്, അതെല്ലാം അങ്ങനെ നെഗറ്റീവിന് ഇതിലേക്കോ ഈ 0-ലേക്ക് അപ്രോച്ച്, ഇതെല്ലാം ദ വാല്യൂ ഇസ് 0 1. അതായത് നമ്മൾ ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇസ് 1 ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇസ് 2. അപ്പൊ നമുക്കിപ്പോൾ ഗ്രാഫ് വരക്കണ്ടെങ്കിൽ ഈ ഇത് പെന്ന് ലിഫ്റ്റ് ചെയ്യാണ്ട് അല്ലെ, പെന്ന് എടുക്കാണ്ട് നമുക്ക് ഈ ലൈൻ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഗ്രാഫ് നമുക്ക് വരക്കാൻ പറ്റില്ല. വി കനോട്ട് ഡ്രോ ദ ഗ്രാഫ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ, isn't it? And ആ പേപ്പറിൽ നമ്മൾ വി കനോട്ട് ഡ്രോ ദ ഗ്രാഫ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പ്ലെയിൻ, അതായത് പേപ്പർ. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി വരുന്നില്ല അല്ലേ. നമുക്ക് ഈ ഗ്രാഫ് ഒരു വരക്കണമെങ്കിൽ നോക്കിയേ, നമുക്ക് ഈ പെന്ന് എടുത്ത് പൊക്കാൻ നമുക്ക് വരക്കാൻ പറ്റില്ല അല്ലെ, പെന്നാ പെൻസിലാ എന്തായാലും. ദാറ്റ് ഈസ് വാട്ട്, ഒരു കണ്ടിന്യൂറ്റി അവിടെ ഫീൽ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട്. അപ്പം നേരെ മറിച്ച് ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. നമ്മൾ കൺസിഡർ ദിസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് g of x is equal to 1 if x not equal to 0 and if x is equal to 0 the value of that function is 2. 0-ല് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2, 0 അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും, അതായത് നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് അങ്ങനെയുള്ള ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ആ കേസുകളിലെല്ലാം
the value of that function is defined as 1. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കി നമുക്ക് ഇവിടെ നോക്കി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് 0 not equal to 0 പോയിന്റ്സിലെല്ലാം 1 ആണ് കണ്ടോ ഈ ലൈൻ. We can draw the graph without lifting the pen. നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഗ്രാഫ് നമുക്ക് പെന്ന് എടുത്ത് പൊക്കാൻ നമുക്ക് കറക്റ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ച് പോകാം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇവിടെയോ വിത്തൗട്ട് വി കനോട്ട് ഡ്രോ ദ ഗ്രാഫ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ pen, isn't it? Here we can draw the graph without lifting the pen. അപ്പോൾ ഇവിടെ പെൻ എടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എടുക്കണ്ട, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകാം. ദിസ് കേസ് ഇറ്റ്സെൽഫ് വാട്ട് വി കോൾ ആസ് കണ്ടിന്യൂറ്റി. ഇവിടെ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുന്നില്ല. ദേ ആർ ഡിഫറെൻറ്റ്. ദാറ്റ് ഇസ് വൈ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എന്താ പറയാൻ പറ്റുക, കണ്ടിന്യൂസ് ആയിട്ട് വരക്കാൻ പറ്റാത്തത്. ഹിയർ ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് മെന്റ് ബൈ കണ്ടിന്യൂറ്റി. കൂടാതെ തന്നെ ഈ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അറ്റ് എക്സ് ഇസ് ഈക്വൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ ഈക്വൽ. എക്സ് ഇസ് അറ്റ് ദാറ്റ് പോയിന്റ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് പെൻ ലിഫ്റ്റ് ചെയ്യാം. ദാറ്റ് പോയിന്റ് ഡിഫറെൻ്റ് ആണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 അത് 1 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഇസ് ഓൾസോ 1. ബട്ട് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് 2. അത് ഡിഫറെൻ്റ് ആണ്. മറ്റേ LHLും RHLും എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. മറ്റേ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഫംഗ്ഷൻ വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ അവിടെ ആ അറ്റ് ദാറ്റ് പോയിന്റിൽ നമുക്ക് എന്തായാലും പെന്ന് ലിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ മറ്റുള്ള പോയിന്റ്സിൽ നമുക്ക് എന്താ വി ആർ ഗെറ്റിംഗ് എ കണ്ടിന്യൂസ് ലൈൻ ആണ്. അത് നമുക്ക് പെന്ന് ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വരക്കാൻ പറ്റും. ദിസ് ഇറ്റ് സെൽഫ് ഗിവ്സ് ദ ഐഡിയ ഓഫ് കണ്ടിന്യൂറ്റി. നമുക്കത് generalize ചെയ്യാം. Suppose f is a real function on a subset of real numbers and let C be a point in the domain of f, then f is said to be continuous at x is equal to c if limit x tends to c f of x is equal to f of c. F is said to be continuous if limit x tends to c f of x is equal to f of c. In other words, limit x tends to c minus f of x is equal to limit x tends to c plus f of x is equal to f of c. In other words, LHL, RHL at that point equal ആണെങ്കിൽ we call that given function as continuous. എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്? ആ ഫംഗ്ഷൻ ഏത് പോയിന്റ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആ പോയിന്റിലും ദ ലിമിറ്റിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ that what we say that function is continuous. LHL is equal to RHL is equal to f of c ആണെങ്കിൽ we say that the given function is continuous. ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ LHLും RHLും ഈക്വൽ അല്ല, അല്ലെങ്കിൽ ലിമിറ്റ് x tends to c f of x is not equal to f of c ആണെങ്കിൽ we call that point as the point of discontinuity. അത് ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് and ആ point is called the point of discontinuity. അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ഉണ്ടാവുക, ഷോ ദാറ്റ് ഓർ പ്രൂവ് ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് സം പോയിന്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഹൗ ടു ഫൈൻഡ് ലിമിറ്റ് എന്നുള്ളത് ലാസ്റ്റ് ഇയർ പഠിച്ചാണ്. ഇഷ്ടംപോലെ അതിനും കുറേ പ്രോപ്പർട്ടീസും ഫോർമുലാസ് എല്ലാം ഉണ്ടായിരുന്നു. അതും യൂസ് ചെയ്ത് വേണം നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ. ദെൻ check, we want to check whether the given function is continuous by checking this condition, LHL equal to RHL equal to f of that point ആണെങ്കിൽ what we say that the given function is continuous. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒരു എക്സാമ്പിൾ, check the continuity of the function f of x is equal to 2x plus 3 at x is equal to 1. at x is equal to 1 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ what is f of 1? f of 1 is 2 into 1 plus 3, that is equal to 5. ഇനി limit x tends to 1 f of x, that is limit x tends to 1 to x plus 3, that is just give that value 1 for x, that we will get the limit as 5. അപ്പോൾ ഇവിടെ what we got, limit x tends to 1 f of x is equal to f of 1. So what we can say, this function is continuous at x is equal to 1. വേറൊരു എക്സാമ്പിൾ നോക്കാം. Discuss the continuity of the function f of x is equal to mod x by x if x not equal to 0 and 0 if x is equal to 0 at x is equal to 0.
അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് വി ഹാവ് എൽ എച്ച് എൽ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം ഉണ്ട്. സോ നമുക്ക് എന്താണ് നോക്കേണ്ടത്? എൽ എച്ച് എൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒക്കെ ആണോ എന്നാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് at x is equal to 0, LHL left hand side or left hand limit is equal to left hand x not equal to 0 ലാണ്. At x is equal to 0, 0 ന്റെ ലെഫ്റ്റും 0 ന്റെ റൈറ്റും the function is defined as mod x by x. So limit x tends to 0 minus f of x is equal to limit x tends to 0 minus mod x by x. Any x left hand side of 0, the value of x is namukariya minus x ആണ്. The absolute value of that is x. X by minus x, that is we will get it as minus 1. Then right hand side, if limit x tends to 0 plus f of x, right hand side the function is defined as mod x by x. So limit x tends to 0 plus mod x by x, right hand side the value is positive. So x by x, the value got as 1. And up to that point, at x is equal to 0, the function is defined as 0. അപ്പോൾ ഇവിടെ LHLum equal alla, RHLum equal at that point equal alla. So what we got? The function is not continuous at x is equal to 0. This is the way to check whether the given function is continuous or not. അതായത് left hand side ഉം right hand side ഉം at that point equal ആയി കിട്ടിയാൽ മാത്രമേ what we call the function is continuous. Here the function is not continuous at this point. X is equal to 0 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ continuous അല്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Check whether this function f of x is equal to sin 5x by x if x not equal to 0 and 5 if x is equal to 0 at x is equal to 0 is continuous. So at x is equal to 0 a function define ചെയ്തിരിക്കുന്നത് x not equal to 0, 0 ന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും the value of f of x is sin 5x by 5, sin 5x by x. At x is equal to 0, the value is defined as 5. Above left hand limit, so we want to find LHL and RHL. So LHL, limit x tends to 0 minus f of x, that is limit x tends to 0 minus sin 5x by x. Already നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് ലിമിറ്റിന്റെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, sin x by x is 1. അപ്പോൾ ഇവിടെ sin 5x ആണ്. അപ്പോൾ ഡിനോമിനേറ്ററും what we want 5x. അപ്പോൾ for that we are multiplying numerator and denominator by 5. അപ്പോൾ limit x tends to 0 minus 5 sin 5x by 5x. Then by that identity, the value of sin 5x by 5x is 1. So answer is 5. The same way, limit x tends to 0 plus right hand limit f of x is equal to limit x tends to 0 plus sin 5x by x, that is also equal to 5. And up to that point, that means f of 0, the function is defined as 5 itself. So f of 0 is 5. So here RHL equal to LHL equal to at that point also. So what we call this function is continuous at x is equal to 0. So continuity of a function in an interval. നമുക്കറിയാം closed interval and open interval. A function f of x is said to be continuous in open interval AB if it is continuous for every value of x in open interval AB. Open interval AB യിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ ആ ഓപ്പൺ ഇന്റർവൽ ഏതൊരു എക്സിനും ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഏതൊരു എക്സിനും കണ്ടിന്യൂസ് ആണെങ്കിലേ നമ്മൾ പറയുള്ളൂ. അതുപോലെ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലാണെങ്കിൽ അത് കണ്ടിന്യൂസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബിയിലായിരിക്കണം. കൂടാതെ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഫ്രം റൈറ്റ് ആൻഡ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ബി ഫ്രം ലെഫ്റ്റ്. ഇത്രയും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയും. അത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്ക് an example, we'll consider the function f of x is minus 2 if x less than or equal to minus 1, 2x if the value of x lies between minus 1 less than x less than or equal to 1, then 2 if x greater than 1. ഇതിന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ക്ലോസ് ഇന്റർവൽ -1 to 1 ആണല്ലോ ഫംഗ്ഷൻ ഡിഫൈൻഡ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. at x is equal to minus, ഇവിടെ ഫംഗ്ഷൻ -1 രണ്ട് രീതിയിൽ 1 അപ്പോൾ നമ്മൾ -1 what is the nature അതുപോലെ 1 നോക്കണം. at x is equal to -1, f of -1 is -2 അല്ലേ. f of -1 less x less than or equal to -1 the value of that function is -2. അപ്പോൾ at x is equal to -1, f of -1 is -2. ഇനി LHLും RHLും at x -1, that left hand side of -1, the function is -2. So limit x tends to 1 minus -1
equal to minus 2, which is equal to minus 2. അതുപോലെ RHL the function x, minus 1 in the RHL right hand side is defined as 2x. So limit x tends to minus 1 plus f of x is equal to limit x tends to minus 1 plus there the function is 2x, which is equal to 2 into minus 1, but we will get it as minus 2. So here f of minus 1 LHL RHL equal ആണ്. So at x is equal to minus 1 the function is continuous. ഇനി നമ്മൾ at x is equal to 1 ൽ നോക്കണം. At x is equal to 1, that means f of 1 define ചെയ്തിരിക്കുന്നത് 2x, that is 2 itself. X ന്റെ value ആണല്ലേ, so 2 itself. ഇനി left hand side 1 ന്റെ left hand side the function is defined as 2x and limit x tends to left hand side, so it is 1 minus 1 minus, that is 2x is equal to 2. And RHL right hand side limit x tends to 1 plus f of x, left R1 in the right hand side the function is defined as 2, so that is also equal to 2. Here also f of 1 is equal to LHL equal to RHL, so at that point also the function is continuous. Minus 1 ilum continuous ആണ്, x is equal to 1 ilum continuous ആണ്. So what we can conclude, the function is continuous for every value of x. ഈ minus 1 നും 1 നും വരുന്ന എല്ലാ valuesലും that function is continuous. This is the way the function or example for closed interval functions interval define ചെയ്താൽ how to find whether the function is continuous എന്നൊരു example ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് properties of continuous functions നോക്കാം. There are some functions which are continuous at their respective domains. They are every constant function continuous, identity function is continuous, then rational function is continuous, then polynomial function is continuous, then trigonometric functions are continuous in their respective domains. Next, another properties, that is algebra. If f and g are continuous functions, then f plus g is continuous, then f minus g is continuous, and f into g is continuous, and f by g where g not equal to 0, that is also continuous. F composition g is also continuous. So algebra, that f plus f ഉം g ഉം continuous ആണ് ഒരു റിയൽ നമ്പർ c എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കിട്ടും, f plus g ഉം continuous ആണെന്ന് കിട്ടും, f minus g ഉം continuous ആണ്, then f into g ഉം continuous ആണ്, then f by g where g not equal, that is also continuous, and f composition g is continuous. നമുക്ക് സൈൻ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. Let's see be a real number നമ്മൾ എടുക്കുന്നു. Limit x tends to c f of x, that is limit x tends to c sin x. Now just change നമ്മൾ this x ന് we are giving c plus h. അപ്പോൾ x ന് c plus h കൊടുക്കുമ്പോൾ here the limit x ആണ്, so we have to change the limit also. അപ്പോൾ x tends to c, then the value of h tends to 0. അപ്പോൾ നമ്മുടെ limit h tends to 0 sin c plus h. Now you all know what is sin a plus b. Sin a cos b plus cos a sin b. Upon limit h tends to 0 sin c cos h plus cos c sin h. Then limit h tends to 0 sin c cos h plus limit h tends to 0 cos c sin h. Now we know sin c is constant. So sin c into limit h tends to 0 cos h. That we all know. Limit x tends to 0 cos x is 1. So here sin c into limit h tends to 0 cos h is 1. Plus limit h tends to 0 cos c into sin h. Here cos c is constant, so and we all know limit h tends to 0 sin h is 0. So the answer is sin c. What is f of x is sin s. What is f of c? Sin c. So what we got? Limit x tends to c, f of x is equal to limit f of c. So what we got? This function is continuous. This is the way we prove sin function is continuous. In the same way we can prove cos also. And suppose if we want to check whether sin x square is continuous, sin x square, it's a composition function, isn't it? Two functions, f of x sin x and x square polynomial function. It's a composition of a trigonometric function and a polynomial function. Now we already proved sin function is continuous and already said that every polynomial function is continuous. And by property composition, if f and g are continuous, then f composition g is also continuous, so sin x square is continuous. ഇങ്ങനെ നമുക്ക് പറയാം. അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്, സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചു. ഇനി every polynomial function is continuous, so x square it's a polynomial function. അപ്പോൾ ഇത് രണ്ട് ഫംഗ്ഷൻ f sin x ഉം
g x square അതിന്റെ കോമ്പോസിഷൻ ആണ് what we got this sin x square. അപ്പോൾ കോമ്പോസിഷൻ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ് നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. സോ ബൈ ദാറ്റ് പ്രോപ്പർട്ടി ഇറ്റ്സെൽഫ് വി ക്യാൻ സേ ദാറ്റ് ദിസ് sin x square ഫങ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഇനി സാധാരണ ചോദിക്കാറുള്ളത് വേറൊരു ടൈപ്പ്, അതായത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി, ഇങ്ങനത്തെ പ്രോബ്ലം ആണ് ഇതിൽ ഇനി അടുത്ത് ചോദിക്കാറുള്ളത്. അതിന്റെ ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. അതായത് find a f of x is equal to ax plus 5 if x less than or equal to 2 and x minus 1 if x greater than 2 is continuous at x is equal to 2. x is equal to 2 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ a യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ at x is equal to 2, that means f of 2 at x is equal to 2, the function is defined as ax plus 5. So f of 2 equal to 2a plus 5. Then LHL, limit x tends to 2 minus f of x, that is left hand side the function is defined as ax plus 5, that is limit x tends to 2 minus ax plus 5 is equal to 2a plus 5. In the right hand side, that is limit x tends to 2 plus f of x, at right hand side the function is defined as x minus 1, so limit x tends to 2 plus 2 plus x minus 1 is equal to 2 minus 1. So what is given? That function is continuous at x is equal to 2. So continuous, that means LHL equal to RHL is equal to f of 2. So here RHL we got as 1. So f of 2 is also 1. LHL is also 1. So just equate that value. 2a plus 5 is equal to 1. From that we will get the value of a as minus 2. ഇതാണ് വേറൊരു ടൈപ്പ് പ്രോബ്ലം ചോദിക്കുന്നത്. Show that the function continuous ആണോ എന്ന് ചോദിക്കും. പിന്നെ കണ്ടിന്യൂസ് ആണ് എന്നാൽ എയുടെ വാല്യൂ എന്താ അല്ലെങ്കിൽ ബിന്റെ വാല്യൂ എന്താ. ഇനി അടുത്ത വരാൻ പോകുന്ന ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഈ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കും. അത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അറ്റ് ദാറ്റ് പോയിന്റ് ഈക്വൽ അല്ലെങ്കിൽ വാട്ട് വി സേ ദാറ്റ് ഫംഗ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇഷ്ടം പോലെ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ചെയ്ത് പഠിക്കുക. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു. ദ സെയിം വേ യു ഹാവ് ടു ഡു. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാലേ ഈസി ആവുള്ളൂ. സോ കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിത ലോക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.